ഞാനൊന്നും ചെയ്യുന്നില്ല. അവർ തന്നെ പ്രോഗ്രാം നടക്കുന്നിടത്ത് അത് അവർ മാറ്റുന്നതാണ്. കാരണം അച്ഛനെ കാണിക്കാനും കൂടെ വേണ്ടിയാണ്. പക്ഷേ രക്തത്തുള്ളികൾ ഉറ്റിട്ട് വീഴുന്ന ഒരു രംഗം പോലെയാണ് എനിക്കിതിപ്പോൾ കാണുന്നത്. വിശ്വസിക്കാനാകുമോ നിങ്ങൾക്കൊന്നും അറിയില്ല. എനിക്ക് അങ്ങനെയാണ് ദൈവം കാണിച്ചു തരുന്നത്. അവിടെ എവിടെയൊക്കെ ആയിട്ട് തിരുവോസയുടെ നടുക്കും സൈഡ് വശങ്ങളിലും അതിൻ്റെ ഇടയ്ക്ക് കർത്താവിൻ്റെ കണ്ണും ഞാൻ കാണുന്നുണ്ട്. മുഖം മുഴുവനും ഇപ്പം കാണുന്നുണ്ടോ ഈശോയെ? എൻ്റെ ദൈവമേ, ഞാനൊരു പാപിയാണല്ലോ ഈശോയെ. എങ്ങനെ ഇങ്ങനെ അങ്ങേക്ക് എൻ്റെ മുന്നിൽ വരാൻ കഴിയും? ഞാനൊരു പാപിയല്ലേ ഈശോയെ? അങ്ങേക്ക് അറിയാലോ, എന്നെക്കുറിച്ച് മുഴുവനും അറിയാലോ ഈശോയെ. പിന്നെ എന്തിനാ ദൈവമേ ഈശോയെ? മുഴുക്കനായിട്ടും കാണുന്നുണ്ട് എൻ്റെ ഈശോയെ. തിരുമുഖം തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും വിടുതലിൻ്റെ അറിവ് അയക്കണമേ. തിരുരക്തത്താൽ അവരെ കഴുകി വിശദീകരിക്കണമേ. ഹീലിംഗ് ആവശ്യമുള്ള എല്ലാവർക്കും രോഗശാന്തി കൊടുക്കണമേ. വിടുതൽ ആവശ്യമുള്ളവരെല്ലാം വിടുവിക്കണമേ. ക്യാൻസർ ഉള്ളവരെല്ലാം സൗഖ്യം കൊടുക്കണമേ. ഇത്രയും അങ്ങ് അടുത്തിരിക്കുമ്പോൾ ഞങ്ങളെ കാണാതെ അങ്ങ് പോകുക ഈശോയെ തിരിച്ച്? ഇല്ലല്ലോ. ആ വിശ്വാസത്തിലാണ് ഈശോയെ സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഓ യേശു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മാത്തപ്പെടുത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവേ. അവരങ്ങോട്ട് മാറ്റും, പിന്നെ അച്ഛനെ കാണിക്കാൻ വേണ്ടിയാണ്. നടുക്കുവശത്തോട്ട് മാറ്റുമ്പോൾ അച്ഛനെ കാണില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിടുതൽ ശുശ്രൂഷയാണ് നടക്കുന്നത്. യേശുവേ, യേശുവേ, അതാ യേശു. കർത്താവ് സ്നേഹം കൊണ്ട് ഇതിൽ എരിയുന്നതായിട്ട് എനിക്ക് ഒരു മെസ്സേജ് തരുന്നു. നമ്മളോടുള്ള സ്നേഹത്താൽ കർത്താവിൻ്റെ ഹൃദയം ഈ തിരുവോസ്തി അഗ്നി ജ്വലിക്കുന്നതായിട്ട് ചുറ്റുവട്ടം ചില എന്താ പറയുന്നത്, എനിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഏതോ വാക്ക് കിട്ടുന്നില്ല, എന്തോ ഇങ്ങനെ അറിയുന്നുണ്ട്. ഹല്ലേ, 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 ഹല്ലേ. ജീസസ്, 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 ജീസസ്.
IHS എന്ന് എഴുതിയത് അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ ഈശോയുടെ തിരുമുഖം കാണുന്നുണ്ട്. രക്തം തുള്ളി തുള്ളിയായിട്ട് ഒഴുകിയിട്ട് പല തുള്ളികളായിട്ട് ഇങ്ങനെ ചെതറി വീഴുന്നത് കാണുന്നുണ്ട് പല സ്ഥലത്തായിട്ടും. ഈശോ തന്നെയാണ്. അതുപോലെ തന്നെ വെളിച്ചം അതൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഈ തിരുവോസ്തി എങ്ങോട്ടേക്ക് അരളിക്ക് എങ്ങോട്ടേക്ക് മാറ്റിയാലും ആ വെളിച്ചം അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പല ഓൾഡ് വീഡിയോസിലും ഈ ഒരു പ്രകാശം കാണുന്നുണ്ട്. അതൊരു ലൈറ്റിന്റെ ഒന്നും റിഫ്ലക്ഷൻ അല്ല എന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റും. കാരണം ഇവര് ഇത് അച്ഛനെയും കൂടെ കാണിക്കുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നടുക്കായിട്ട് തന്നെ വരും. ചിലപ്പോൾ എൻ്റെ ക്യാമറയുടെ ഏറ്റവും റൈറ്റ് സൈഡിലാണ് പോണത്. അപ്പോൾ ആ വെളിച്ചം അതൊരു അത്ഭുതം തന്നെയാണ്, അല്ലാതെ എന്തിൻ്റെങ്കിലും റിഫ്ലക്ഷൻ അല്ല. അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഒരിക്കലും ആരെങ്കിലും ടോർച്ച് ഇതിലേക്ക് അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈശോയുടെ തിരുരക്തം വീഴുന്നത് കാണുന്നുണ്ട്. തുള്ളി തുള്ളിയായിട്ട് വളരെ എന്താ പറയുക, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മുഖം ഒരു പ്രാവശ്യം കണ്ടു. എന്തുകൊണ്ടാണ് ഞാൻ ഫോൺ അനക്കാണ്ട് പിടിച്ചിരിക്കുകയാണ്. ഈ തിരുവോസ്തി ഇരിക്കുന്ന അരളിക്കയും എല്ലാം ഒത്തിരി ഷെയ്ക്ക് ആവുന്ന കണക്ക് കാണുന്നുണ്ട്. അതാ ഒത്തിരി ആയിട്ട് കാണുന്നുണ്ട്. കണ്ടില്ലേ? ഈശോയ്ക്ക് നന്ദി പറയാം നമുക്ക്. ഈ ഒരു നോമ്പിൻ്റെ അവസാനത്തെ ദിവസമാണ് നാളെ. അപ്പം നമുക്ക് നോക്കാം. ഇത് IHS ആണ്, നല്ലതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഇപ്പം കണ്ട, അത് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്.
അത് മാറി ആ പ്രകാശം വരുന്നുണ്ട്. കണ്ടില്ലേ? ഇപ്പം ഈ ഇടത്ത് സൈഡിലില്ല. അത് ഒരിടത്ത് വെച്ചാൽ അത് അവിടെ മാത്രമല്ലേ ഇരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണേലും ചിന്തിക്കാം. അത് പിന്നെയും പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ ഈശോയെ, അത് അവിടെ തന്നെ ഒരിടത്ത് ഫോക്കസ് ചെയ്ത് പിടിച്ചാൽ മതിയായിരുന്നു. എന്തെല്ലാം നമുക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തിരുവോസ്തിയിൽ സംഭവിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ആ ദിവ്യ വെളിച്ചം, എനിക്ക് തോന്നുന്നത് അത് പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന്, ആ പ്രകാശം കാണുന്നത്. നിങ്ങളെങ്ങനെ വേണമെങ്കിലും എടുക്കുക, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കുന്ന ദൈവം പലതും നിങ്ങൾക്ക് കാട്ടിത്തരുന്നുണ്ടല്ലോ അല്ലേ? അതൊരിക്കലും ടോർച്ച് ഇതിനകത്തോട്ട് ആരും അടിക്കുന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ ആൾക്കാരുടെ നേരെ മേളിൽ ആരും കൊണ്ടൊന്നും ഫാൻ വെക്കില്ല, അല്ലെ നിങ്ങൾക്ക് പറയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആണെന്നൊക്കെ. അയ്യോ, മുഴുവനും ആ ദൈവിക പ്രസൻസ് ആ അരളിക്കയ്ക്ക് ചുറ്റും ഇങ്ങനെ സ്പാർക്കിൾ ചെയ്യുന്നതാണ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. നമ്മൾ തല്ലൂർ ധ്യാനേന്ദ്രത്തുനിന്ന് കാണുമ്പോഴും അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരുന്ന പല വീഡിയോകളും എടുത്തിട്ടുണ്ട് ഞാൻ. പുറത്തുനിന്നുള്ള എന്തിൻ്റെങ്കിലും ആണ് ആ മൂവിങ് ലൈറ്റ് ഒരിക്കലും എന്താ പറയുക ഒരു ചെറുതാകുകയും വലുതാകുകയും ചെയ്യല്ല. അതെവിടെയെങ്കിലും ലൈറ്റ് ഓൺ ചെയ്താൽ അതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് കാണുന്നത്. അരളിക്ക മൊത്തം ഇങ്ങനെ പ്രസരിപ്പാണത്, ദൈവ ആത്മാവിൻ്റെ പ്രസരിപ്പാണത്. ഓ, ദൈവം ഇരിക്കുന്നിടത്ത് വെറുതെ ഇരിക്കാനും പറ്റില്ലല്ലോ. യേശുവേ നാഥാ, എൻ്റെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എല്ലാം സമർപ്പിക്കുന്ന, പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥയോർത്ത് ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം സമർപ്പിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം അതെ, ആ മൂമെൻ്റ് മാറി IHS എന്നുള്ളത് മാത്രമാണ് കാണുന്നത്. ഒന്നും കാണുന്നില്ലല്ലോ, വെളിച്ചമില്ല. ആ ഒരു വൈറ്റ് IHS കാണുന്നില്ല.